Nirapara Malayali Veettamma presented by Chunga Jewelry, co-branded by Sera. Flowers celebrating motherhood. Malayali Veettamma. ഇനി ഈ വേദിയിലേക്ക് എത്താൻ പോകുന്നത് നമ്മുടെ സ്വന്തം റിനീഷയാണ്. റിനീഷയുടെ ഒരു ഔട്ട്ഡോർ ടാസ്ക് ഇനി നമുക്ക് കാണാനുണ്ട്. വീട്ടമ്മയുടെ കുറച്ച് ടാസ്ക് ഒക്കെ നടന്നു. അപ്പം വരൂ, ഞാൻ കാണിച്ചു തരാം. അപ്പം ഇത്രയും ടാസ്കുകൾ കണ്ടതിന് ശേഷം എന്താ പണിന്ന് വല്ല ഒരു ഐഡിയ ഉണ്ടോ? എന്താ പണി ചെയ്യിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായി. ഈ അപ്പാർട്ട്മെന്റിൽ, ഈ കോംപ്ലക്സിൽ കാണാത്ത ഒരു കാഴ്ചയാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. നമുക്ക് താഴത്തേക്ക് നോക്കി നിന്നാലോ? ഒന്ന് വിളിച്ചേ, എന്റെ പണി വരൂന്ന് വിളിച്ച്. ഇങ്ങോട്ട് നിൽക്കും, ഇങ്ങോട്ട് നിൽക്കും. ഞാൻ വിചാരിച്ചോളൂ ഞാനിത് പണ്ടേ വിചാരിച്ചതാ. അയ്യോ, ഞാൻ ഈ ടാസ്ക് പറയാണ്. ഞാൻ പിടിച്ച് കുക്ക് ചെയ്ത് എനിക്ക് നല്ല ഒരു ചിക്കൻ ഡിഷ് വേണം. ഒരു ഡിഷ് മതി. ബാക്കിയെല്ലാം ക്ലീനിങ് എല്ലാം ചെയ്യണം, തന്നെ ചെയ്യണം. 2 കോഴിയുണ്ട്, 2നെയും പിടിക്കണം, ക്ലീൻ ചെയ്യണം, ഒരു കൊല്ലണം. യെസ്, കൊല്ലണം. നമ്മളെത്തി. എവിടെ പോയി? ഓടിപ്പോയോ? നിൽക്കുന്നു. അങ്ങനെ ടാസ്ക് തുടങ്ങിക്കോളൂ റിനീഷ. തുടങ്ങിക്കോഴി, പോവരുത് പ്ലീസ്, പോവരുത്. ഒരു കോഴി ഇങ്ങനെ മാറി നിൽക്കുവോ? സൗണ്ടൊന്നും തരുത്. ഞാനിവിടെ കോഴീനെ സ്നേഹത്തോടെ വിളിക്കൂ. എനിക്ക് പറ്റില്ല. കോഴിയൊക്കെ ഓടിപ്പോകുന്നു. ഞാൻ ആദ്യമായിട്ട് കോഴിനെ പിടിക്കണേ. പിടിച്ചോ. ഓക്കെ, പിടിക്കാൻ. കൂൾ. ഒരു കോഴിനെ സക്സസ്ഫുള്ളി. ഞാൻ ജീവിതത്തിൽ ആദ്യം ഒരു കോഴിനെ. താങ്ക് യു സോ മച്ച്. ഒരു കൊടുത്തേക്കാം. നിങ്ങൾ സൗണ്ട് ഉണ്ടാക്കി എന്നെ കോഴിനെ പറപ്പിക്കുകയാണ്. അതെ, 2 കോഴി ഇപ്പം ബാക്ക് ടു ഫ്ലോർ ആയി. എന്താ ചെയ്യണ്ടേ? അപ്പൊ കോഴീനെ പിടിച്ച് അത് കെട്ടിയിടാനുള്ള അടുത്ത പണി നോക്കിക്കോണം. അതാ ഓടുന്നു. ഒരു കോഴിക്ക് എന്താ കുഴപ്പമുണ്ട്? കുറെ ഓടി കിട്ടിയെന്റെ പൊന്നു കോഴിയാണ്. 2 കോഴി എനിക്ക് പണി തന്നു. ഈ കോഴി ഓടിച്ച് എന്നെ വഴിയാക്കി. അടുത്ത കോഴി, അയ്യോ, ഒന്നാമത്തെ കോഴി ഒന്നുമില്ല, 2ാമത്തെ കോഴി തന്നെയാണ്. എങ്ങനെ കെട്ടുന്ന എനിക്ക് അറിയില്ല. സത്യം എനിക്ക് ഒറ്റയ്ക്ക് കെട്ടാൻ പറ്റില്ല. പ്രേക്ഷകർ പ്ലീസ്, എല്ലാവർക്കും മനസ്സിലാവുന്ന വിചാരിക്കുന്നു. ആരെങ്കിലും ഒന്ന് കാലെട്ടി തന്ന ഉപകാരമായിരുന്നു. ഞാൻ റോസിനോട് പിടിക്കാൻ പറയില്ല, ഞാൻ പിടിച്ചു തരാം. ഒന്ന് കാല് കെട്ടിയ. ദൈവമേ, പാവം കോഴി. ഓക്കെ, ഓ മൈ ഗോഡ്. ഓക്കെ. അങ്ങനെ എന്നെയും ടാസ്കിൽ ഞാൻ ചെറിയൊരു സഹായം ചെയ്ത് കൊടുക്കേണ്ടി വന്നു. കാരണം ആദ്യം ഒരു കോഴീനെ പിടിച്ചതാണ്, അതെവിടെ ഇരുത്തിയപ്പോഴത്തേക്കും പറന്നുപോയി. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് 2 കോഴീനും പിടിക്കൽ നടക്കില്ല. അപ്പം കാല് കെട്ടാനുള്ള ചെറിയ സഹായം ഞാൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 2ാമത്തെ കോഴീന്റെ പുറകെ പോയിട്ടുണ്ട്. നോക്കാം എന്താവുന്നു. കോഴി ഒന്ന് താഴെ വരൂ പ്ലീസ്. കേറിക്കോ. ഓക്കെ, ഫൈനലി. ഇങ്ങനെ ജീവിതത്തിൽ ആരും കോഴിനെ പിടിച്ചിട്ടുണ്ടാവില്ല. ഓക്കെ,
അപ്പോൾ ഒരു കോഴീനെ കയ്യിലെടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 കോഴീനെ ഓരോ കയ്യിലും പിടിച്ചുകൊണ്ട് വേണം നമുക്ക് മുകളിലേക്ക് പോകാൻ. ഓക്കെ ഓക്കെ പ്ലീസ് റോസിൻ, ഞാൻ എടുത്ത് തിരിച്ച് മേടിച്ചോളാം, കയ്യിൽ മേടിച്ചോളാം, പ്രോമിസ്. ഇന്ന് ഭംഗി കാണാൻ. ഈ കോഴീനെ ഞാൻ കൊത്താണ്ട് ഇങ്ങനെ പിടിക്കുന്നുള്ള പുറപ്പാടിലാണ്. നമുക്ക് അങ്ങോട്ടേക്ക് വന്നാ. എന്റെ കോച്ച് ഇല്ല. അതെ, എൻ്റെ ഹാർട്ട് ബീറ്റ് നല്ലോണം കൂടുന്നുണ്ട്. നമ്മൾ ചെയ്ത ടാസ്ക് എല്ലാം ഡൗൺ ദ ഡ്രെയിൻ ആയി പോയി. നമുക്ക് ഒരിക്കൽ കൂടെ പിടിക്കണം. റോസിൻ, നോ വേ റോസിൻ. ഓക്കെ, ഒരു കോഴി ഇതേ സ്റ്റേജ് ഇറങ്ങി പോയി. ഓ മൈ ഗോഡ്, നല്ല സോഫ്റ്റ് മയത്തിൽ പിടിക്കുന്നു. റിനീഷ സക്സസ്ഫുൾ ആയിട്ട് ഇതേ 2 കോഴീനെ അവസാനം പിടിച്ചേക്കും. എനിക്കിട്ടാണ് പണി റോസിന്റെ മുഖം റിനീഷ എടുക്കുവോ? ഞാൻ ഫോളോ ചെയ്യുന്നതായിരിക്കും. ക്ലോസപ്പ് എടുക്കും റോസിന്റെ മുഖം. സോ ഏതായാലും ആദ്യം നമ്മുടെ ഒരു 1 ടാസ്ക് തന്നെയായിരുന്നു കോഴീനെ പിടിക്കുക എന്നുള്ളത്. അത് കുറച്ച് നേരം എടുത്തെങ്കിലും നല്ലോണം കോഴീനെ ഓടിച്ചിട്ട് പിടിച്ച് 2 ചിറകോടെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇപ്പൊ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് ഇനി അടുത്ത പ്രോസസ്, കുക്കിംഗ് പ്രോസസ്സ് നമുക്ക് തുടങ്ങാൻ പോവാണ്. ചിക്കൻ കബാബാണല്ലോ ഫേമസ്. അപ്പൊ നമുക്ക് കബാബാണോ മാറ്റി വെച്ച ഇത്തിരി കബാബ് മാത്രമല്ല, ഓക്കെ, പല ഐറ്റം ഉണ്ട്. 1 ഓഫ് ദ ഐറ്റം കബാബാണ്. ഓ ഓക്കെ. സോ റിനീഷ അഗൈൻ ടാസ്ക് ഒരു ഫുൾ ചാലഞ്ച് ആയിട്ട് എടുത്തിട്ട് ഒന്നിലധികം ഐറ്റംസ് ഉണ്ടാക്കാൻ പോവാ. പക്ഷെ ഒരു ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ നമുക്ക്. അറിയാം. സോ ആ ടൈമിൽ വേണം ഉണ്ടാക്കാനായിട്ട്. ഓക്കെ, സോ നമ്മുടെ ഒരു ഡിഷാണ് ചിക്കൻ കബാബ്. അതിനുള്ള സാധനങ്ങളും മസാലകളും ഒക്കെ റിനീഷ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ ആയിക്കൊണ്ടിരിക്കുന്ന നെയ്ച്ചോറ്. ഓക്കെ, നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തായിരുന്നു വെച്ചിരുന്നത്? അതിനകത്ത് ചിക്കൻ തോരനുള്ള സാധനങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റിനീഷ, ഇപ്പം കബാബിന് ഓൾറെഡി കുഴച്ച് വെച്ചു. ഇവിടെ എന്താണ് അരച്ചോണ്ടിരിക്കുന്നത്? അടുത്ത ഐറ്റം ഇതെന്റെ സ്പെഷ്യൽ ആണ്. ഞാൻ എല്ലാം കഴിഞ്ഞിട്ട് ആദ്യമായിട്ട് കഴിക്കണേ. എനിക്ക് അറിയില്ല, വ്യൂവേഴ്സ് ഒക്കെ കഴിച്ചിട്ടുണ്ടാവുന്ന അറിയില്ല. എന്താണ്? ചിക്കൻ വട. വെരി ഫാസ്റ്റ്. റിനീഷയുടെ കുക്കിംഗ് സ്പീഡ് ഇസ് കമൻഡബിൾ സ്പീഡ്. കാരണം ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് റിനീഷ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വേവിച്ച് വെച്ചിരിക്കുന്ന 2 ഐറ്റം ഉണ്ടാക്കാനാണ്. ഓക്കെ, 1 is ചിക്കൻ തോരൻ, ഞാൻ പറഞ്ഞു. ഇനി ഒരെണ്ണം ചിക്കൻ കട്ട്ലറ്റ്. കറി ഏകദേശം ആവാൻ ലാസ്റ്റ് സ്റ്റേജിലായി. ചിക്കൻ ഇട്ട് വിസിലിട്ട് ഒരു 3 വിസിലായ കോഴിക്കറി റെഡി. അങ്ങനെ റിനീഷയ്ക്ക് കൊടുത്ത സമയം അവസാനിച്ചു. കഴിഞ്ഞ ലാസ്റ്റ് ഫ്യൂ മിനിറ്റ്സ് റിനീഷ എന്നെ അടുക്കള ഭാഗത്തേക്ക് കയറ്റിയിട്ടില്ല. എന്നോട് പറഞ്ഞു അവിടെ പോയി റെസ്റ്റ് ചെയ്തോ, ഞാൻ ഫൈനൽ ടച്ചസ് ചെയ്തിട്ട് റെഡി ആയിട്ട് കൊണ്ടുവരാം. ഏതായാലും നമുക്ക് റിനീഷയോട് ചോദിക്കാം. റിനീഷ, ഫൈനലി കഴിഞ്ഞോ? മാനേജ് ചെയ്തോ? കഴിഞ്ഞു, മാനേജ് ചെയ്തു. പകുതി സമയത്തിനുള്ളിൽ തീർക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പം എന്തൊക്കെയാണ്? ലെറ്റ്സ് ബ്രിങ് ഇറ്റ് ഓൺ. യെസ്. ഓക്കെ, ഇത് നെയ്ച്ചോറ്. ഓക്കെ, സോ നെയ്ച്ചോറ്, ട്രഡീഷണൽ നെയ്ച്ചോറും കോഴിക്കറി. കോഴിക്കറി ഇതാ നല്ല കളർഫുൾ ആയിട്ടുള്ള കോഴിക്കറി, നല്ലോണം ഗാർണിഷ് ഒക്കെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ചിക്കൻ കബാബ് അതിന്റെ സ്റ്റാർട്ടേഴ്സ് ആയിട്ട് ചിക്കൻ കബാബ്. ആൻഡ് 1 സ്പെഷ്യൽ ഐറ്റം ചിക്കൻ വട. നേരത്തെ ഒരു ക്ലൂ തന്നിരുന്നു, ചിക്കൻ വട. ഓക്കെ, വേറൊരു സ്പെഷ്യൽ ഐറ്റം ചിക്കൻ തോരൻ. വാവ്, കഴിഞ്ഞോ? ആൻഡ് ഫിനിഷിംഗ് ചിക്കൻ കട്ട്ലറ്റ്. ചായ കൂടി കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. ചിക്കൻ കട്ട്ലറ്റ്. ഇത് എന്തോരം ഡിഷസ് ആണ് റിനീഷ. ഇത് ഒറ്റ ഡിഷ്. ആ ചിക്കൻ മുഴുവൻ
യൂട്ടിലൈസ് ചെയ്താ. Yes. സോ റിനീഷ, ഇതിന്റെ ഒരു ആസ്പെക്ട് നിങ്ങളുടെ ബാക്കിയുണ്ട്. അതായത് ഞാനിത് ടേസ്റ്റ് ചെയ്ത് അഭിപ്രായം പറയണം. Yes, ഞാൻ plate കൊണ്ടുവരാം. ലുക്ക് വൈസ് നല്ല രസമുണ്ട്. ഇനി ഇതിന്റെ ടേസ്റ്റ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. Here you go. താങ്ക് യു. വെരി ടേസ്റ്റി റിനുഷ. ഞാനിത് എൻജോയ് ചെയ്യാൻ പോവാ. സോ ഈ ടാസ്കിന്റെ അഭിപ്രായം പറയാനായിട്ട് ഓവർ ടു ദ ജഡ്ജസ് വൈൽ ഐ എൻജോയ് ദിസ് സൂപ്പർ ടേസ്റ്റി മീൽ. റിനിഷ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. റിനിഷ, She's so counterfeit. She brings you joy and peace. She can be your wonder queen. Da-da-da-da-da-da-da. റിനിഷയുടെ ഒരു പ്രത്യേകത ഇതാണ്. റിനിഷ ഇങ്ങനെ എപ്പോഴും ചിരിച്ചോണ്ടിരിക്കും, പക്ഷെ എപ്പോ കരയുമെന്ന് പറയാൻ പറ്റില്ല. എത്ര നാളെ റിനിഷ ആ കരച്ചിൽ കണ്ടിട്ട് എനിക്ക് ഇമ്പോസിഷൻ എഴുത്തരുന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് അറിയില്ല. ഭയങ്കര മെച്ചപ്പെട്ടില്ലേ എന്ന് വിചാരിക്കുന്നു. കരച്ചിലേ കാണുന്നില്ല. തുടക്കത്തിൽ ചക്ക വെട്ടിപ്പോ തുടങ്ങിയ കരച്ചിലായിരുന്നു. കുറച്ച് എപ്പിസോഡ് അതിങ്ങനെ നിറഞ്ഞു നിന്നു. അത് കഴിഞ്ഞിട്ട് നമുക്കിപ്പോ ആവശ്യത്തിന് ഇച്ചിരി എടുക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ പോലും റിനീഷ കരയില്ല. അയ്യോ ഇല്ല ഇല്ല ഇല്ല. റിനീഷ, അമ്മച്ചി ഇതുണ്ടല്ലോ മറ്റേ ചിന്താവിഷ്ടയായ ശ്യാമളക്കത്തൊരു സീനുണ്ട്. കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്നു, മുട്ട ഇടിയിക്കുന്നു എന്നൊക്കെ പറഞ്ഞതുപോലെ കോഴിയെ ഓടിച്ചിട്ട് പിടിക്കുന്നു, കറി വെക്കുന്നു. ഞാൻ ആക്ച്വലി ടാസ്ക് ഇവിടെ ആർക്കെങ്കിലും കിട്ടുന്ന പ്രതീക്ഷിതാ, പക്ഷെ ഒട്ടും അത് ബാംഗ്ലൂരിലുള്ള ഫ്ലാറ്റിൽ കിട്ടും ഞാൻ വിചാരിച്ചേ ഇല്ല. രനീഷ, ഇവിടെ ഇരുന്നിട്ട് ആ ടാസ്ക് കണ്ടിട്ട് ഞങ്ങൾ 3 പേർക്കും ഭയങ്കര വെപ്രാളമായിരുന്നു. ഈ ഒരു ടാസ്ക് ഇവിടെ ഇരുന്നപ്പോൾ തന്നെ ഞങ്ങൾക്കറിയാം എന്തൊരു പ്രയാസമാണെന്ന്. അത് 2 പ്രാവശ്യം കയ്യിൽ കോഴി വന്നിട്ട് ചാടിപ്പോയി. പിന്നെ ആ കോഴി കൊത്താതെ റിനീഷ എങ്ങനെ പിടിച്ചു എന്ന്. അത് സത്യം പറഞ്ഞ കോഴിയെ കഴിഞ്ഞും പേടി റിനീഷയ്ക്കായിരുന്നോ? കോഴിക്ക് ഒരു പേടിയില്ല. കോഴിക്ക് എന്തിനാ വളർത്താനാണോ കൊല്ലാനാണോ കൊണ്ടുപോകുന്നത് അറിയില്ല. പേടിയായിരുന്നു. റിനീഷ, എനിക്കൊന്ന് ചോദിക്കണായിരുന്നു. ഐ മീൻ ഇതൊരു ടാസ്ക് ആണ്. അപ്പോൾ റിനീഷ കോഴിയെ പിടിച്ചു അവിടെ കൊണ്ടുവന്ന് ഇട്ടു. ഐ മീൻ അവിടെ കൊണ്ടുവന്ന് ഇട്ടപ്പോൾ അത് പിടിച്ചതായി പോയി. ആ ഒരു യുനോ ദാറ്റ് പ്ലാസ് പിടിച്ചു എന്ന് പറഞ്ഞാൽ അതങ്ങ് തീർന്നു. അത് പിന്നെയും അതിനെ പിടിച്ച് കെട്ടിയിട്ട് 2 കയ്യിൽ പിടിച്ചു. അപ്പം you lost a lot of time അവിടെ, you know. പക്ഷേ അതൊക്കെ കഴിഞ്ഞിട്ട് what did you do with the dishes? It was amazing. It was amazing. Good job. റിനീഷ വന്നിട്ട് കോഴി 2 എണ്ണത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരണം അങ്ങനെയായിരുന്നു ടാസ്ക് അല്ലല്ലോ? അതെ മാം, അങ്ങനെയായിരുന്നു. എനിക്ക് അതായിരുന്നു ബുദ്ധിമുട്ട്. ബിക്കോസ് ഒന്നിനെ പിടിച്ച് എന്ത് ചെയ്യണം എന്ന് അറിയില്ലായിരുന്നു. ഞാൻ വിചാരിച്ച എന്താ ആദ്യ ഒരെണ്ണത്തിനെ പിടിച്ചിട്ട് അതിന്റെ കാലോ എന്തെങ്കിലും കെട്ടി ഒരു സ്ഥലത്ത് വയ്ക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ നോക്കിയപ്പോ കൊണ്ടുവന്ന് അവിടെ വെച്ചു. അപ്പൊ ഞാൻ വിചാരിച്ചു റിനീഷ എന്തിനാ കൊണ്ടുവന്ന് വെച്ചാ പറഞ്ഞാണ് ഇവിടെ ഇരിക്കണം കേട്ടോ, ഞാൻ മറ്റവനെ പിടിച്ചിട്ട് വരുമേ എന്ന് വിചാരിച്ചു അവിടെ കൊണ്ടുവന്ന് വെച്ചു. എനിവേസ് വെരി ഗുഡ്. Anyway, it was nice. അപ്പൊ റിനീഷ ആ ഒരു ടാസ്ക് നല്ല ഗംഭീരമായിട്ട് കംപ്ലീറ്റ് ചെയ്തു. നമ്മളെയൊക്കെ ചിക്കൻ കഴിക്കണില്ല എന്ന് വിചാരിച്ച പോലെ അവസാനത്തെ ഡിഷ് കാണിച്ച് കൊതിപ്പിച്ച് കളഞ്ഞു. അപ്പൊ ഇനി റിനീഷയ്ക്ക് ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും കൂടെ കഴിഞ്ഞിട്ടായിരിക്കും റിനീഷയുടെ മാർക്സിലേക്ക് നമ്മൾ പോവാം. അർജുന അവാർഡ് നേടിയ ആദ്യ മലയാളി വനിത. That's the girls. നിങ്ങൾക്ക് അറിയാമോ? KPSC-യിലുണ്ട്, ഏലക്കായലും ഉണ്ട്. അതിൽ കൂടുതൽ പറയാൻ പറ്റില്ല. എൽസമ്മ വിൽസൺ. അല്ല ഏലക്കുട്ടി ആൻസർ പറയട്ടെ. ഏലമ്മ അല്ലെങ്കിൽ ഏലക്കുട്ടി, അതിലേതിലും ഒരു പേരാ. കറക്റ്റ്, ഏലമ്മ. KC ഏലമ്മ. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം. ഇത് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം എപ്പിക്. ഇത് പറയാൻ പറ്റില്ലെങ്കിൽ ഇതൊരു ഒരു മഹാകാര്യമായി പോകും കേട്ടോ. സത്യം. അതെ, അതിന്റെ ആദ്യം ഉണ്ട്. ഈ ഭാരതത്തിൽ ജീവിച്ചിട്ട് ഇതിനെ കുറിച്ച് പറയാൻ പറ്റില്ലെങ്കിൽ ആരാ മഹാൻ? മഹാഭാരതം. താജ്മഹൽ പറഞ്ഞു. ഒന്ന് കൈയടിക്കും. ലോകത്തിലെ ഏറ്റവും വലിയ ഇതിഹാസം
മഹാഭാരതം. ഞാൻ നല്ല ക്ലൂ തന്നില്ലേ? റിനീഷ അവസാനം ക്ലൂ കിട്ടി കഴിഞ്ഞപ്പോ റിനീഷ പറഞ്ഞു. അത് പക്ഷെ ശ്രീകുട്ടിയുടെ താജ്മഹലിൽ മുങ്ങിപ്പോയതാ. ഞാൻ പറഞ്ഞു. എനിവേസ്, അപ്പം ആ ഒരു റൗണ്ട് റിനിഷയുടെ ഈ ഒരു ഇൻഡിവിജ്വൽ ടാസ്കിന്റെ റൗണ്ട് കംപ്ലീറ്റ് ആയിരിക്കാണ്. അപ്പോൾ എങ്ങനെയാണ് റിനിഷയുടെ മാർക്സ് എന്താണ്? റിനീഷയുടെ മാർക്ക് 81/100. താങ്ക് യു. ഒരു പ്രണയമായാലും മഹത്തരകരമാണ്. പക്ഷേ അതിൽ സേവനത്തിൻ്റെ ഭാഗം ചേരുമ്പോൾ മാത്രമേ അത് അമൂല്യമാകുന്നുള്ളൂ. അതായിരുന്നു മൊയ്തീൻ്റെ പ്രണയം. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. നമ്മൾ അടുത്തായിട്ട് കാണാൻ പോകുന്നത് ഒരാളുടെ ഔട്ട്ഡോർ ടാസ്ക് ആണ്. അപ്പോൾ അതാരാണ് സഞ്ജു? ശില്പ അബിൽദേവ് ഫ്രം കോഴിക്കോട്. She is so cute and sweet. She brings you joy and peace. She can be your wonder queen. Da-da-da-da-da-da-da. അപ്പോൾ ശില്പയുടെ ഒരു ഔട്ട്ഡോർ ടാസ്ക് ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ശില്പയുടെ ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റ് കാണിക്കുന്ന ടാസ്ക്. മറ്റേത് നമ്മൾ കണ്ടു, കല്ലുമക്കായ വെറുക്കാൻ പോയത്. അതല്ല അല്ലേ, വേറൊരു സോഷ്യൽ റൗണ്ടാണ്. എന്താന്ന് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. അതിന്റെ മുന്നേ ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ശരിക്കും മനസ്സ് നിറഞ്ഞുകൊണ്ട് ചെയ്തൊരു ടാസ്ക്കാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് കാണാം, നന്നായിട്ട് കാണാം. അതെ, നമ്മളിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. നമ്മുടെ സച്ചിനൊക്കെ ഈ ഇടയ്ക്ക് വന്നു പോയ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിലാണ്. അപ്പൊ നമ്മൾ ഇന്ന് ശില്പയ്ക്ക് കൊടുത്ത ടാസ്ക് എന്താ വെച്ചാല്, ശില്പ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്ത ഒരു വ്യക്തി അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു വ്യക്തി ഉണ്ടെങ്കിൽ എന്താ പറയാ, ആ വ്യക്തിയിൽ നിന്ന് പ്രചോദനം നേടി സൊസൈറ്റിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്യാം. അതാണ് നമ്മുടെ ടാസ്ക്. അപ്പൊ എന്നോട് പറഞ്ഞു ഈ ഹോസ്പിറ്റലിന്റെ ഫ്രണ്ടിൽ വരാനേ പറഞ്ഞോളൂ, എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞില്ല. അപ്പൊ അത് പറഞ്ഞോളൂ, എന്താ ചെയ്യാൻ പോണെന്ന് ഞാൻ ഇപ്പൊ പറയുന്നില്ല. എന്റെ ലൈഫിൽ എന്റെ ലൈഫിൽ എനിക്ക് തീർച്ചയായിട്ടും പ്രചോദനമായിട്ടുള്ള ഒരു വ്യക്തിയുണ്ട്. ഇനി എന്തുകൊണ്ട് പ്രചോദനമായി അതുകൊണ്ട് അതെന്താന്ന് അറിയണമെങ്കിൽ നമുക്ക് ഈ ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ കയറുന്നതിനനുസരിച്ച് ഞാൻ ഓരോ കാര്യങ്ങളായിട്ട് ശ്രുതിക്ക് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി നോക്കാം. ഓക്കെ. അപ്പം നമ്മളിപ്പം മിംസ് ഹോസ്പിറ്റലിന്റെ ഉള്ളിലെത്തി. ഇതിന്റെ റിസപ്ഷനിലാണ്. ഇവിടെ ഭയങ്കര ക്രൗഡൊക്കെ കാണുന്നുണ്ട്. എന്താണ് സംഭവം? എനിക്ക് തന്ന ടാസ്കിന്റെ ഭാഗമായിട്ട് ഞാനൊരു വെല്ലുവിളി നടത്തി, ഒരു ചലഞ്ച് നടത്തി. ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് ആ ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നതാണ് ഇത്രയും പേര്. അപ്പൊ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്ത് ഇത്രയും ആൾക്കാർ വന്നിട്ടുണ്ട്. ഇനി അതെന്താണെന്ന് കൂടെ ഒന്ന് പറഞ്ഞോ. ശരി, പറയാം. ഓക്കെ, ഇതിൽ രക്തദാനം മഹാദാനം എന്ന് പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഞാൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. നിങ്ങൾക്കത് പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഞാൻ ചെയ്തത്. അപ്പോൾ അതിന് പറ്റും എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിരിക്കുന്ന 2 പേര് അല്ലെങ്കിൽ 3 പേര് അവരും ചലഞ്ച് ചെയ്യുന്നു. വേറെ ആരെ കൊണ്ട് പറ്റും അവർ വരും, എനിക്ക് പറ്റുമെന്ന് പറഞ്ഞിട്ട് അവരും മുന്നോട്ട് വരുന്നു. അങ്ങനെ എത്തിയിട്ടുള്ളവരാണ് ഈ 50 പേര്. ഇതിലെത്തിയിട്ടുള്ളതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു അതിഥി നമുക്കുണ്ട്. മനുവാണ്, റെഡ് FM-ൽ RJ ആണ്. ഹായ്. അപ്പം എല്ലാവരും ചലഞ്ച് ഏറ്റെടുക്കാൻ റെഡിയാണോ? യെസ്, ഗ്രേറ്റ്. അപ്പം നമുക്ക് പോവാം. അപ്പം ഇതൊരു ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് കൊടുക്കാൻ എത്തിയതാണ് ഇത്രയും പേര്. അപ്പം നമുക്ക് ബ്ലഡ് കൊടുക്കുന്നതിന് മുന്നേ കുറച്ച് പ്രൊസീജിയേഴ്സൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അതെന്താ എങ്ങനെയൊക്കെയാണെന്ന് അറിയണം. ഇതിൻ്റെ ഫ്ലവേഴ്സ് ടിവിയുടെ ഭാഗമായിട്ട് ഇത്രയും പേര് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സന്നദ്ധരായിട്ട് ഇവിടെ വന്നതിൽ വളരെ സന്തോഷമുണ്ട്. എങ്കിലും എല്ലാവർക്കും അതിനുള്ള അവസരം ഇവിടെ തരാം. പക്ഷേ ഒരേ ടൈമിൽ എല്ലാവർക്കും
ഒന്നിച്ച് ബ്ലഡ് കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രാക്ടിക്കലി നമുക്കൊരു ക്യാമ്പ് സെറ്റപ്പ് അങ്ങനെയൊന്നും ഇല്ല. കാരണം ഇതൊരു ഹോസ്പിറ്റലിനുള്ള ബ്ലഡ് ബാങ്കാണ്. നമുക്കൊരു ദിവസം 15-20 പേരുടെ ബ്ലഡ് എടുക്കാനുള്ള സൗകര്യമുള്ളൂ. മറ്റുള്ളവർക്ക് പല ദിവസങ്ങളിലായിട്ട് നമുക്ക് ഡൊണേറ്റ് ചെയ്യാവുന്നതാണ്. നമ്മുടെ രോഗികളുടെ ആവശ്യം അതനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമുക്ക് കുറച്ച് പേർക്ക് ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാം. ബാക്കിയുള്ളവർക്ക് നമുക്ക് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ നമുക്ക് നമ്മളുടെ ആവശ്യം അനുസരിച്ച് രോഗികളുടെ ആവശ്യം അനുസരിച്ച് നമുക്ക് അവരെ വിളിക്കാം. അപ്പോൾ അവർക്ക് സൗകര്യം അനുസരിച്ച് ഇവിടെ വന്ന് ബ്ലഡ് തരാം. അല്ലെങ്കിൽ പല ദിവസങ്ങളിലായിട്ട് അവർക്ക് ഇവിടെ വന്നിട്ട് വോളണ്ടറി ആയിട്ട് ഡൊണേറ്റ് ചെയ്യാം. ആവശ്യം ഏത് ദിവസം വേണമെങ്കിലും അവർക്ക് വന്ന് ഡൊണേറ്റ് ചെയ്യാം അവരുടെ സൗകര്യം പോലെ. അപ്പോൾ അതനുസരിച്ച് നമുക്കത് ബ്ലഡ് രോഗികൾക്ക് കൊടുക്കാൻ പറ്റും. രോഗികളുടെ ആവശ്യം അനുസരിച്ച് കൊടുക്കാൻ പറ്റും. ബ്ലഡ് കൊടുത്തിട്ട് കുഴപ്പമില്ല അല്ലേ? അപ്പോൾ ശില്പ ഇപ്പോൾ ഇവിടെ ബ്ലഡ് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളിപ്പോൾ പലരെ കൊണ്ടും കൊടുപ്പിച്ചു. എനിക്കും അതിൻ്റെ ഒരു ഭാഗമാവാൻ പറ്റി. അപ്പം നമ്മുടെ മിംസ് ഹോസ്പിറ്റൽ ഈ ഒരു ചലഞ്ച് ഏറ്റെടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഡോക്ടേഴ്സൊക്കെ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ജസ്റ്റ് അവരെ ഒന്ന് പരിചയപ്പെടാം. ശില്പ ഈ പരിപാടിയിൽ പങ്കെടുത്തതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നു മുതൽ ആസ്റ്റർ മിംസ് ഹോസ്പിറ്റലും ശില്പയുടെ കൂടെ ഈ ചാലഞ്ചിൻ്റെ ഭാഗമായിരിക്കും. താങ്ക് യു. പക്ഷേ നമ്മുടെ ടാസ്ക് ഇവിടെ തീർന്നില്ല കേട്ടോ. ഇനിയും ആ ഒരു വ്യക്തി, ശില്പയെ ഇൻസ്പയർ ചെയ്ത വ്യക്തി ആരാന്ന് നമുക്ക് കാണണ്ടേ അല്ലേ? തീർച്ചയായിട്ടും വേണം. അതോ ഇനി നമ്മൾ വെടി പോകാം? ഏയ്, അതിവിടെയാണോന്ന് ചോദിച്ചാൽ ഇവിടെയല്ല, ഇവിടെ അടുത്താണെന്ന് ചോദിച്ചാൽ അതുമല്ല. അപ്പൊ ആളെ കാണണമെങ്കിൽ നമുക്ക് കുറേ ദൂരം പോകണം, യാത്ര ചെയ്യണം. ആ യാത്ര ബസ്സിലും അല്ല, കാറിലും അല്ല, ഒന്നുമല്ല, തോണിയിൽ നല്ല മനോഹരമായിട്ട് നമുക്ക് ആളുടെ അടുത്ത് എത്താം. നല്ല പുഴയല്ലേ? നല്ല പുഴ. ഈ പുഴ ഏതാണെന്നറിയോ ശ്രുതിക്ക്? ഈ പുഴ ഏതാ? കേട്ടിട്ട് അറിയില്ല? ഇല്ല. എന്നാൽ ഞാൻ പേര് പറയാം, അപ്പോൾ കുറച്ചുകൂടെ അറിയാൻ എളുപ്പമായിരിക്കും. ഓക്കെ. ഇരുവഴിഞ്ഞി പുഴ എന്നാണ് ഈ പുഴയുടെ പേര്. എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഇരുവഴിഞ്ഞി പുഴയുടെ ഏറ്റവും ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരാളുടെ അടുത്തേക്ക്, അതായത് ഞാൻ ബ്ലഡ് കൊടുത്തതും പിന്നെ ഈ പുഴയൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏകദേശം ഞാൻ എങ്ങോട്ടേക്ക് അപ്പോൾ പോണത്. നമ്മുടെ മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചനമാല. കാഞ്ചനമ്മയാണ് എന്നെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച വ്യക്തി. ശില്പയുടെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പൊ ശില്പയെ ഏറ്റവും കൂടുതൽ ഇൻസ്പയർ ചെയ്തത് അമ്മയാണെന്നാ പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ കാണുമല്ലോ, അത് മൊയ്തീനാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഇപ്പം ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? ഇപ്പം നമ്മളിവിടെ ചെയ്തത് ബ്ലഡ് ഡൊണേഷൻ ആണ്. രക്തദാനം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രവർത്തനമാണ്. രക്തദാന കേന്ദ്രം എന്നാണ് ഞങ്ങളിപ്പോൾ ഇവിടെ അറിയപ്പെടുന്നത്. പഴയ കാലത്ത് മെഡിക്കൽ കോളേജിൽ മാത്രമാണ്.
അപ്പോൾ പിന്നെ മോള് ശില്പ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് കൈ കൊടുക്കൂ. ഇത്ര വലിയ കാര്യങ്ങൾ ചെയ്തത് ഞാൻ അറിഞ്ഞു, ഭയങ്കര സന്തോഷമുണ്ട്. അമ്മ, എനിക്ക് ആദ്യം കിട്ടിയ ഒരു ടാസ്ക് എന്ന് പറഞ്ഞത് എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും സ്വാധീനിച്ച ഒരു വ്യക്തി, അത് സ്ത്രീയാവാം പുരുഷനാവാം. അപ്പം എൻ്റെ മനസ്സിലേക്ക് വന്നത് കാഞ്ചനാമ്മയാണ്. അതിന് കാരണം എല്ലാവരും ഒരു എന്നും നിൻ്റെ മൊയ്തീൻ എന്ന് പറഞ്ഞൊരു സിനിമ, ആ സിനിമ കണ്ടു ലോകം മൊത്തം കാഞ്ചന എന്താ അല്ലെങ്കിൽ മൊയ്തീൻ എന്താന്നേ അവരറിയുന്നുള്ളൂ. ഒരു പ്രണയം കഥ. അതിലുപരി അല്ലെങ്കിൽ ഈ സിനിമയൊക്കെ ചലച്ചിത്രം വരുന്നതിന് ഒരുപാട് വർഷങ്ങൾ മുന്നേ തുടങ്ങി വെച്ച കുറേ കാര്യങ്ങൾ, സംരംഭങ്ങൾ അതൊക്കെ ഉണ്ട്. അതൊക്കെ പലർക്കും അറിയുന്നില്ല. അപ്പം കാഞ്ചനാമ്മയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് എന്നെ സ്വാധീനിച്ചൊരു വലിയൊരു ഘടകമാണ്. അതാണ് ഞാൻ അമ്മേനെ സജസ്റ്റ് ചെയ്യാൻ തന്നെ ഒരു കാരണം. പിന്നെ രക്തം കൊടുത്തത് ഇപ്പം ഞാൻ കൊടുത്തു, ഞാനൊരു ഭാഗമായി. അതിൻ്റെ കൂടെ തന്നെ എന്നാൽ കഴിയുന്ന കുറേ പേര്, എനിക്കൊരു വീട്ടമ്മ എന്നുള്ള രീതിയിൽ കഴിയുന്ന ഒരുപാട് പേരെ ഞാൻ ഈ ഒരു രക്തദാനത്തിൽ അംഗമാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്ത വേറൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഈ ഒരു ദൗത്യത്തിലൂടെ ഇനി ഇന്ന് തൊട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ BP മൊയ്തീൻ സേവാ മന്ദിറിൽ രക്തം നൽകാനായിട്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഭാഗമായിട്ടിരിക്കുകയാണ്. ഏത് രാത്രിയാണെങ്കിലും ഏത് പകലാണെങ്കിലും ഏതൊരു വിഷമഘട്ടത്തിലും ഞങ്ങൾ മുന്നിട്ടിറങ്ങി ഞങ്ങളാൽ കഴിയുന്ന രക്തം ഞങ്ങൾ തരുന്നുണ്ട്. ശില്പയെ ഇൻസ്പയർ ചെയ്തത് അമ്മയാണെന്ന് പറഞ്ഞു. അപ്പം ശില്പയെ കാഞ്ചനാമ്മ ഇത്ര ഇൻസ്പയർ ചെയ്തെങ്കിൽ അമ്മ എന്തായിരിക്കും ഇൻസ്പയർ ചെയ്തത്? ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നാലും അതൊന്ന് കേൾക്കാം. അത് ചോദിക്കേണ്ടതില്ല, പക്ഷെ നിങ്ങൾ സിനിമയിൽ അത് കണ്ടിട്ടില്ല. മൊയ്തീൻ എന്നൊരു വലിയ സാമൂഹിക പ്രവർത്തകൻ, ഒറ്റയാൾ പോരാളി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ആ മൊയ്തീൻ തന്നെയാണ് എൻ്റെ ഇൻസ്പിറേഷൻ. മറ്റാരാണ്? ഞാൻ ആത്മഹത്യക്ക് ശ്രമിക്കുകയായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ മരിക്കരുതെന്ന് പറഞ്ഞ് സത്യമൊക്കെ ക്ഷയിച്ച് ഹോസ്പിറ്റലിൽ വന്ന് മരിക്കാൻ കിടക്കുന്ന തന്നെ ഹോസ്പിറ്റലിൽ വന്നിട്ട് രക്ഷിച്ചു കൊണ്ടുപോകുമ്പോൾ അമ്മ എന്നോട് പറഞ്ഞ ഒരൊറ്റ വാക്യമാണ്, അവൻ ഇട്ടേച്ച് പോയ കാര്യങ്ങളില്ലേ അതൊക്കെ ആരെ ഏറ്റെടുത്ത് നടക്കും, നിനക്കത് നടത്തണ്ടേ എന്നാണ് എന്നോട് ചോദിച്ചത്. ആ ചോദ്യമാണ് എന്നെ ഇവിടേക്ക് എത്തിക്കുന്നത്. അമ്മ അപ്പം ശില്പ ചെയ്ത ഈ ചലഞ്ചിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പേരെ കൊണ്ട് നമ്മൾ ബ്ലഡ് കൊടുപ്പിച്ചു. ഇപ്പോഴും അവിടെ ഹോസ്പിറ്റലിൽ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമുക്ക് അത് മൊത്തം ഇപ്പം കാണിക്കാനുള്ള ഒരു ടൈം ഇല്ലല്ലോ. അപ്പം ഈ ടാസ്കും കുറച്ച് ലിമിറ്റഡ് ആണ്. അപ്പം ഇപ്പോഴും അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഒരു 10-100 പേരുണ്ട്. അപ്പം ഇതിവിടെ അമ്മയ്ക്ക് നൽകാൻ പോവാണ്. ഇനി ഒരു 200-300 ഇരട്ടിയായിട്ട് ഇങ്ങനെ വർദ്ധിക്കട്ടെ എന്ന് എന്താ പറയുക പ്രാർത്ഥിക്കുന്നു. കോഴിക്കോടിൻ്റെ ഒരു ചരിത്രമായി മാറട്ടെ. വളരെ സന്തോഷമുണ്ട്. കാരണം വെച്ചാൽ ഇവരൊക്കെ നമ്മുടെ പ്രവർത്തകരായി മാറിയിരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതും ശില്പയിൽ കൂടെ. ശില്പയെ ഞാൻ അഭിനന്ദിക്കുന്നു. പ്രിയ ശില്പ, ശില്പയ്ക്ക് 1000 അഭിനന്ദനങ്ങൾ. സ്നേഹത്തിൻ്റെ പൂച്ചണ്ടായി ഇത് കാണുക. ഒരിക്കലും മരണമില്ലാത്ത സ്നേഹം നൽകുന്നു. മൊയ്തീൻ്റെ ഈ പ്രവർത്തനം തുടർന്ന് ഏറ്റെടുക്കാൻ ശില്പയെപ്പോലെ മിടുക്കരായ വീട്ടമ്മമാർ മുന്നോട്ട് വന്നു എന്നതാണ് ഞാൻ കാണുന്ന ഏറ്റവും വലിയ ഈശ്വര പൂജ. നന്മ ഭവിക്കട്ടെ എന്ന് മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചനമാല. ഇതാണ് എൻ്റെ അവാർഡ് നമുക്ക് നൽകുന്നത്. ഇന്നത്തെ നമ്മുടെ ടാസ്ക് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ശില്പ ബ്ലഡ് ഡൊണേറ്റ് ചെയ്തു, ഒരുപാട് പേരെ കൊണ്ട് ബ്ലഡ് കൊടുപ്പിച്ചു. എന്താ പറയുക, ലാസ്റ്റ് ഒരു ചലഞ്ച് എടുത്തു. ഫ്ലവേഴ്സിൻ്റെ മലയാളി വീട്ടമ്മ ചലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു ലിസ്റ്റ് കാഞ്ചനാമ്മയ്ക്ക് കൊടുത്തു. ശരിക്കും കോഴിക്കോടിൻ്റെ ചരിത്ര സംഭവമായ ഈ മന്ദിറിൽ ഇനി നമ്മുടെ ശില്പയും ശില്പയുടെ ആളുകളും എന്നും അമ്മയോടൊപ്പം ഉണ്ടാവും. അപ്പം ഇനിയിപ്പോൾ നമ്മുടെ ഇതൊക്കെ തീരുമാനിക്കേണ്ടത് ജഡ്ജസ് ആണ്, ഇതിൻ്റെ ഒരു റിസൾട്ട്. സോ ഓവർ ടു ജഡ്ജസ്. ഒരു പ്രണയമായാലും മഹത്തരകരമാണ്. പക്ഷേ അതിൽ സേവനത്തിൻ്റെ ഭാഗം ചേരുമ്പോൾ മാത്രമേ അത് അമൂല്യമാകുന്നുള്ളൂ. അതായിരുന്നു മൊയ്തീൻ്റെ പ്രണയം. സ്നേഹം, love, pyar, whatever you call it, sacrifice, well, epitome of it. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക്
കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. രക്തദാനം മഹാദാനം എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഇതിലേക്ക് എത്തിയത്? സിനിമയിലൂടെ മാത്രം പരിചയമുള്ള 2 ആൾക്കാരാണ് മൊയ്തീൻ, കാഞ്ചനമാല. പക്ഷേ എൻ്റെ നാട്ടുകാരിയാണ്. അതിലൊക്കെ ഉപരി ഒരുപാട് വർഷമായിട്ട് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ചെയ്തു പോരുന്ന കുറേ സാമൂഹിക പ്രവർത്തനങ്ങൾ എല്ലാതും എനിക്കറിയുന്നതാണ്. എന്നെ ഒരുപാട് കാര്യങ്ങൾ ഇൻസ്പയർഡ് ആയിട്ടുണ്ട്. അമ്മ നമ്മൾക്കൊരു സിനിമയിൽ കണ്ട ഒരു പ്രണയകഥയിലെ ഒരു നായികയായിട്ടാണ് നമ്മളെല്ലാവരും, നമ്മളെ ലോകം മുഴുവൻ കണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ അപ്പുറത്തേക്ക് ഒരു 30 വർഷം അല്ലെങ്കിൽ എത്രയോ വർഷം മുന്നേ ആൾ ചെയ്തു പോരുന്ന കുറേ കാര്യങ്ങളുണ്ട്. 1, 2, 3 ഒന്നുമല്ല, ഒരു ഗ്രൂപ്പ് ഓഫ് സോഷ്യൽ ആക്ടിവിറ്റീസ് ആൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണാറുള്ള അല്ലെങ്കിൽ ഇപ്പോൾ സിനിമയിൽ നമ്മൾ കണ്ട ഒരു പ്രണയകഥയിലെ നായികയ്ക്ക് അപ്പുറത്തേക്ക് നല്ലൊരു മനുഷ്യ സ്നേഹി അല്ലെങ്കിൽ ഒരു സോഷ്യൽ സാമൂഹിക പ്രവർത്തക എന്ന രൂപത്തിലാണ് ശരിക്കും കാഞ്ചനമാല അറിയപ്പെടേണ്ടത് എന്നുള്ളതാണ് ശില്പ ഇതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഒരു കാര്യം. അപ്പം അതിൽ തന്നെ ഒരുപാടുണ്ട്. അതിലൊരു പാർട്ടാണ് രക്തദാനം മഹാദാനം അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് തുടക്കമിട്ടത് നമ്മുടെ പി പി മൊയ്തീൻ്റെ അമ്മയാണ്. ആള് പണ്ട് ഒരു രാത്രിയൊക്കെ എന്തെങ്കിലും കേസിന് ആരെങ്കിലും രക്തം വാർന്ന് മരിക്കേണ്ട ആ ഒരു അവസ്ഥ വരുമ്പം ആള് കുറേ ഗോൾഡൊക്കെ ഇട്ടിട്ട്, ഞാൻ കേട്ടറിവേ ഉള്ളൂ, കാരണം അമ്മ തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞ കാര്യമാണ്. അമ്മ ഒന്നും നോക്കില്ല, ആരും പേടിക്കാതെ, ഒരു രാത്രിയാണെന്നോ ഒന്നുമില്ലാതെ അമ്മ മുന്നോട്ടിറങ്ങി, ഞാൻ തരാം എൻ്റെ ബ്ലഡ്. കാരണം ഒരു ഗ്രൂപ്പ് ചേരുന്ന വേറെ ഗ്രൂപ്പ് ഉണ്ട് ബ്ലഡിന്. അപ്പം എൻ്റെ ശരീരത്തിൽ നിന്ന് ആവശ്യമുള്ള ബ്ലഡ് എടുത്തോളൂ, എന്നാൽ കഴിയുന്നത്. അത് അന്ന് തുടങ്ങി വെച്ചതാണ്. പിന്നെ അമ്മ ആൾ മരിക്കുമ്പോൾ ആൾ പറഞ്ഞു, എനിക്ക് ഇന്ന ആഗ്രഹങ്ങളാണ്, അത് നീ കണ്ടിന്യൂ ചെയ്യണം. ഇനി ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്നും നമ്മൾ ഈ ബി പി മൊയ്തീൻ സേവാമന്ദിറിൻ്റെ ഭാഗമായി ശ്രുതി ബാലയുണ്ട്, അതിൽ ഞാനുണ്ട്, എല്ലാവരും ഉണ്ട്. ഇനി അന്ന് തൊട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ അവർക്ക് ബ്ലഡ് എന്തെങ്കിലും ആവശ്യമാണെന്ന് വരികയാണെങ്കിൽ നമ്മളുമായിട്ട് ബന്ധപ്പെട്ടാൽ നമ്മൾ പോയിട്ട് ബ്ലഡ് കൊടുക്കും. സോ താങ്ക് യു സോ മച്ച്. ശില്പയുടെ ടാസ്ക് കംപ്ലീറ്റ് ആയോ? ഒരു കാര്യം, ടാസ്ക് കംപ്ലീറ്റ് ആയിട്ടില്ലേ? ഇല്ലില്ല. ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ചെറുതൊന്നുമല്ല, ഒരു വലിയൊരു സർപ്രൈസ് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുണ്ട്. ആണോ? അത് ഞാൻ പറയുന്നില്ല, നമുക്ക് കാണാം. എന്റെ മൊയ്തീന് കാഞ്ചനമാല എഴുതുന്നു. 70കളിൽ മലബാറിന്റെ മണ്ണിൽ കോളിളക്കം സൃഷ്ടിച്ച ഉദാത്ത പ്രണയം. രണ്ടും കൂടണഞ്ഞേ മാരിവില്ലിൻ തേരിറങ്ങി മഴ വന്ന് കൂട്ടിരുന്നേ. ഈ പുഴയുടെ കര പിടിച്ച് നടന്ന അറബിക്കടല്, അതിന് എത്ര കടവത്ത് ഏത് തോണിക്കാരൻ കുത്തി നിർത്തിയാലും ഇരവഴിഞ്ഞിപ്പുഴ അറബിക്കടലിലെത്തുക തന്നെ ചെയ്യും. ഇരവഴിഞ്ഞി അറബിക്കടലിനുള്ളതാണെങ്കിൽ കാഞ്ചന മൊയ്തീനുള്ളതാ. ഇത് മൊയ്തീന്റെ വാക്ക ഏറ്റവും വലിയ സത്യം. നമ്മൾ ഒരുമിക്കുമ്പോ ആരുടെ മുറ്റത്ത് ഒരു തുള്ളി ചോര വീയരുത്. എല്ലാവർക്കും നല്ല ബുദ്ധി തോന്നുന്നൊരു കാലത്ത് നമ്മൾ രണ്ടാളും 6 അടി മണ്ണിന്റെ അടിയിൽ ആട് മേയ്ക്കാൻ പോകും. ആടെ തിരിഞ്ഞു പറഞ്ഞും കിടക്കുമ്പോഴേ പ്രേമിക്കാൻ ഇത്ര സുഖം ഉണ്ടാവില്ല. എന്റെ പേരും പറഞ്ഞ് എന്റെ പഠിപ്പ് മുടക്കില്ല അവര്. ഈ കോഴിക്കോട്ടേക്ക് വാ, എന്റെ കോളേജിന്റെ ഗേറ്റിന് മുന്നിൽ ഞാൻ കാവൽ വെക്കും. എന്നിട്ട് കൊറ്റാട്ടിലെ ഏത് കിണാറിനെ എന്നെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകണമെന്ന് എനിക്കൊന്ന് കാണണമല്ലോ. എനിക്ക് നീ ഈടെ പഠിച്ചാ മതി. വാശിയാണോ? വാശിയാണ്. എതിർപ്പുകളെ അവഗണിച്ച് പ്രണയിനിക്കൊപ്പം ജീവിക്കുന്ന നാളുകൾക്ക് കാത്തിരിക്കുന്ന മൊയ്തീനെ കാലം ഇലവഴിഞ്ഞിപ്പുഴയ്ക്ക് സമർപ്പിച്ചെങ്കിലും നഷ്ടപ്രണയത്തിന്റെ ജീവിക്കുന്ന സ്മാരകമാണ് കാഞ്ചനമാല, അനശ്വര പ്രണയത്തിന്റെ പ്രതീകം. Sure.
കാഞ്ചനാമ്മയ്ക്ക് മലയാളി വീട്ടമ്മയുടെ ഈ വേദിയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. ഒരുപാട് കാലമായിട്ട് നമ്മൾ കാണണം എന്ന് വിചാരിച്ചിരുന്ന ഒരാളാണ്. നമ്മൾ പലപ്പോഴും ഒരു പ്രണയകഥയിലെ നായിക എന്ന് കേൾക്കുന്നതിനപ്പുറത്ത് ജീവിതം കൊണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കാഞ്ചനാമ്മ ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപക്ഷെ സൊസൈറ്റി അത്രത്തോളം അറിയാത്ത മറ്റൊരു മുഖം, അതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് സംസാരിക്കാനുള്ളത്, അല്ലേ? ശില്പ തന്നത് എനിക്കൊന്ന് ഭയങ്കര ഒരു സർപ്രൈസ്. നമ്മളാരും പ്രതീക്ഷിച്ചില്ല ഇത്രയും വലിയൊരു സർപ്രൈസ്. എനിക്കൊന്ന് പ്രേക്ഷകരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. നേരിട്ട് കാണാൻ പറ്റുമെന്നുള്ളത് നമ്മൾ വിചാരിച്ചില്ല. അമ്മ പറയൂ, അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ ചെയ്യുന്ന ആക്ടിവിറ്റീസ്? എന്തൊക്കെയാണ്? എല്ലാവരും പ്രണാമം. എൻ്റെ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരുപാട് ലേഖനങ്ങളിലും പുസ്തകങ്ങളിലൊക്കെ വന്ന് അറിഞ്ഞിരിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ ഇതിലേക്ക് കൊണ്ടുവന്നത് നിങ്ങൾക്കറിയാം. മൊയ്തീൻ്റെ ഏറ്റവും ഞാൻ ആദരിക്കുന്ന നമ്മുടെ എം ഫാത്തിമ എന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉമ്മയാണ്. ഞാൻ ഉമ്മയുടെ അടുത്തേക്ക് എത്തുന്നതും മൊയ്തീൻ്റെ പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുന്നതും മൊയ്തീൻ 1960 രൂപം കൊടുത്ത അനിത ചിൽഡ്രൻസ് ക്ലബ് എന്നതാണ് ഞങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ആദ്യ രംഗം. മൊയ്തീൻ പിന്നീട് സ്ഥാപിച്ച മോചന വിമൻസ് ക്ലബിൽ അംഗമായിക്കൊണ്ടാണ് മൊയ്തീൻ്റെ മരണശേഷം ഞാൻ രംഗത്തേക്ക് വന്നത്. ഓരോ ഘട്ടങ്ങളായി മൊയ്തീൻ്റെ സ്മാരകം, മൊയ്തീൻ്റെ സ്മരണ നിലനിർത്താൻ BP മൊയ്തീൻ സേവാ മന്ദിർ എന്നൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതിലെ പ്രധാന വ്യക്തികൾ ഉമ്മയും PT ഭാസ്കർ പണിക്കർ എന്ന ഒരു വലിയ മനുഷ്യനുമാണ് എന്നതാണ് വാസ്തവം. അദ്ദേഹം തന്നെയാണ് രക്തദാന സമിതിക്ക് രൂപം കൊടുത്തതും. അങ്ങനെ അന്ന് ബ്ലഡ് ഡൊണേഷൻ ഫോറം എന്നത് മെഡിക്കൽ കോളേജുകളിലോ പട്ടണങ്ങളിലോ നിലനിന്നിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു. പക്ഷേ ഗ്രാമാന്തരങ്ങളിൽ രക്തദാന സമിതി, സാധാരണക്കാർക്ക് വേണ്ടി രക്തദാന സമിതിക്ക് രൂപം കൊടുത്തത് PT ഭാസ്കർ പണിക്കരായിരുന്നു. അതിൻ്റെ പ്രവർത്തനമാണ് രക്തദാന സമിതിയുടെ ഞങ്ങളുടെ വലിയ പ്രവർത്തനമായി മാറിയത്. ഇപ്പോൾ എനിക്കുള്ള സന്തോഷം, നമ്മുടെ കൊച്ചുമിടിക്ക് ഞങ്ങളുടെ സേവനത്തിൻ്റെ ആദ്യ സേവനത്തിൻ്റെ വാസനയുള്ള മോളാണ്. എനിക്ക് ആദ്യം അറിയുന്ന കുട്ടിയാണ്, എൻ്റെ സ്വന്തം കുട്ടി എന്ന പോലെ ഞാൻ കരുതുന്ന കുട്ടിയാണ്. അവൾ ഒരു വലിയ പ്രവർത്തനമാണ് നടത്തിയിരിക്കുന്നത്. അതിനൊരു അഭിനന്ദിക്കാൻ വേണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ഒരു വീട്ടമ്മയായ ഒരു കുട്ടി ഇത്രയും മഹത്തായ കാര്യം ചെയ്യുക എന്ന് മനസ്സിലാക്കി എത്ര വലിയ ക്യാമ്പാണ് നടത്തിയത്. ഞങ്ങളുടെ ഇൻസ്പിറേഷൻ പോയ പല ആളുകളുണ്ട്, അതും അധികം പുരുഷന്മാരാണ് ചെയ്തത്. പക്ഷെ ഒരു വീട്ടമ്മ, ഒരു യുവതി ഇത് ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രധാനമായി ഞാൻ കരുതുന്നത്. അതാണ് നമ്മളിവിടെ പറയേണ്ടത്. അവരുടെ പ്രവർത്തനത്തെയാണ് നമ്മളിവിടെ അഭിനന്ദിക്കേണ്ടത്. അവരാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത്. ഒരു പ്രണയമായാലും പ്രണയം മഹത്തരകരമാണ്. പക്ഷേ അതിൽ സേവനത്തിൻ്റെ ഭാഗം ചേരുമ്പോൾ മാത്രമേ അത് അമൂല്യമാകുന്നുള്ളൂ. അതായിരുന്നു മൊയ്തീൻ്റെ പ്രണയം, അതായിരുന്നു നമ്മുടെ പ്രവർത്തനത്തിൻ്റെ മൂല്യവും. എന്താ വെച്ചാൽ നമുക്ക് ഒരു ലക്ഷ്യം, നമ്മുടെ സ്വാർത്ഥതയില്ലാത്തൊരു ലക്ഷ്യം, ആ ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുക എന്നതാണ് ഏറ്റവും മഹത്തായി ഞാൻ കരുതുന്നത്. ഞങ്ങളുടെ BP മൊയ്തീൻ സേവാ മന്ദിറിന് പ്രശ്ന പരിഹാര കേന്ദ്രം എന്നൊരു പരിപാടിയുണ്ട്. ആ പരിപാടിയിൽ പണ്ട് വന്നിരുന്നത് ഒരു കാരണവുമില്ലാതെ മൊഴി ചൊല്ലിയ യുവതികളുടെ വേദനകളായിരുന്നെങ്കിൽ ഇന്ന് വരുന്നത് വൃദ്ധരുടെ തേങ്ങലാണ്. വളരെ വേദനയാണ്. വൃദ്ധർ വന്ന് പറയും, എൻ്റെ മൂത്തതായാലും ഇളയായാലും എല്ലാവരും വിളിക്കുക, കാഞ്ചനെടുത്തി എൻ്റെ മകൻ നോക്കുന്നില്ല, മരുമകൾ നോക്കുന്നില്ല. ഉടനെ ഞാൻ ചോദിക്കും, നിങ്ങളുടെ കൊച്ചുമക്കളോ? അപ്പം നമ്മുടെ നാട്ടിൽ ചിലപ്പോൾ കൊച്ചുമക്കൾ മനസ്സിലാവാതെ ഒരു മക്കളുടെ മക്കളോ എന്ന് ചോദിച്ചാൽ അവർ പറയും അവർ ഫോണുമായി നടക്കുകയാണെന്ന്. അതുകൊണ്ട് ഞാൻ വരുന്ന എല്ലായിടത്തും എനിക്ക് പറയാനുള്ളൊരു വാക്ക് കുട്ടികളോടാണ്, ഒരു 20 മിനിറ്റ് നിങ്ങളുടെ ഫോൺ ഓഫാക്കുക. നിങ്ങളുടെ അമ്മൂമ്മയും അപ്പൂപ്പനെയും അതുപോലെ അയലത്ത് പ്രായമുള്ളവരുണ്ടെങ്കിൽ അവരെടുത്ത് ചെന്ന് നിങ്ങളുടെ കോളേജിലെ നിങ്ങളുടെ ജോലി സ്ഥലത്തെ കഥകൾ പറഞ്ഞ് അവരെ ഒന്ന് ആശ്വസിപ്പിക്കുക. കേൾക്കാൻ വളരെ താല്പര്യമായിരിക്കും. ഗുരുവായൂർ നടയിൽ പോലും എന്താ ചെയ്യുന്നത്? നട തള്ളുകയാണ് അമ്മമാരെ. ആ അവസ്ഥ മാറിക്കിട്ടണമെങ്കിൽ വളരെ ശക്തമായി യുവതലമുറ പ്രവർത്തിക്കേണ്ടതുണ്ട്. മൊയ്തീൻ സിനിമയിലെ വെറും കാമുകനല്ല. എനിക്ക് ദുഃഖം തോന്നിയിട്ടുണ്ട്. പക്ഷേ മൊയ്തീൻ ഒറ്റയാൾ പോരാടുകയാണ്. ഒറ്റയാൾ, ആരുമില്ലെങ്കിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടുന്ന അതിഗംഭീര വീരപരാക്രമയാണ്. അതതിൽ വരാത്തത് കൊണ്ട് ഒരു വിമ്മിഷ്ടം എനിക്ക് അനുഭവപ്പെട്ടിരുന്നു. ഏതായാലും നിങ്ങളൊക്കെ വളരെ സ്നേഹം എന്നോട് കാണിച്ചു. സമൂഹത്തിൽ ഇത്രയും സ്നേഹം എനിക്ക് ലഭിക്കുക എന്നതൊരു വല്ലാത്തൊരു അത്ഭുതമായിരുന്നു. തീർച്ചയായും RS വിമലിന് തന്നെയാണ് അതിന് പൂഞ്ചണ്ട് കൊടുക്കേണ്ടത്. കാരണം വെറുത്തവർ മുഴുവൻ എന്നെ ഇപ്പോൾ സ്നേഹിക്കുകയാണ്. പക്ഷെ സ്നേഹിച്ചവർ സിനിമ വന്നപ്പോൾ എന്നെ വെറുത്തു എന്ന ഒരു സത്യം തുറന്ന് പറയാതെ ഇരിക്കുന്നില്ല.
കാരണം എന്തിനീ കഥ പുറത്ത് കൊടുത്തു എന്നതായിരുന്നു എൻ്റെ വീട്ടിലെ ഒരു അഭിമാനത്തിനൊരു ക്ഷതം തോന്നിയത് കൊണ്ട് അതെന്നെ കുറച്ച് വല്ലാതെ വേദനിപ്പിച്ചിരുന്നു. കാരണം ഒന്നാമത് ഇല്ലാത്ത കുറേ കാര്യങ്ങളാണ് അതിൽ ചിലത് വന്നതുകൊണ്ട് കൂടിയാണ് അതിൻ്റെ വെറുപ്പ് എന്നോട്. എന്നാലും ഒരു വിധം സത്യസന്ധമായ ഒരു പ്രണയത്തെ അവതരിപ്പിക്കാൻ തീർച്ചയായും വിമലിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ വിമൽ ഇപ്പോൾ എന്നോട് തെറ്റിലാണ്. കാരണം എനിക്ക് സ്ക്രിപ്റ്റ് കണ്ടപ്പോൾ ഒരു കേസ് ഫയൽ ചെയ്യേണ്ടി വന്നു. അത് അവനെ വളരെ വേദനിപ്പിച്ചു. കാരണം എന്നെ അമ്മയെപ്പോലെ സ്നേഹിച്ച, ഞാൻ മകനെപ്പോലെ സ്നേഹിച്ച മോനാണ്. പക്ഷേ എതിർക്കാതിരിക്കാൻ എനിക്ക് പറ്റില്ല. ഇല്ലാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു, അതിനെ എതിർത്തതാണ്. പക്ഷേ അത് ഒരു വലിയ എതിർപ്പായി അവൻ കരുതി. അങ്ങനെയാണ് കേസിലേക്ക് എത്തിയത്. കാഞ്ചനാമ്മ അന്ന് ശില്പയ്ക്ക് ഒരു കത്ത് എഴുതി കൊടുത്തിരുന്നു, ഒരു ആശംസാ കത്ത്. കാഞ്ചനാമ്മയുടേതായ അല്ലെങ്കിൽ നിങ്ങളുടേതായ ഒരു ഭാഷയിലാണ്, ആ ഒരു ലിപിയിലാണ് ആ കത്ത് എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ ആ കത്ത് എവിടെ എന്നിട്ട് ശില്പ കൊണ്ടുവന്നിട്ടുണ്ടോ? കത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് കാണാവോ? അത് കാണാം. ഇതാണ് ആ കത്ത് പ്രേക്ഷകർക്ക് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് നമ്മൾ ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുള്ള മൊയ്തീൻ്റെയും കാഞ്ചനമാലയുടെയും ആ ഒരു പുതിയ ലിപി. അവർക്ക് വേണ്ടി കണ്ടെത്തിയ, ലോകത്ത് രണ്ടു പേർക്ക് മാത്രം അറിയുന്ന ഒരു ഭാഷയുടെ ലിപി. ഒരു കാര്യം പറയാനുണ്ട്. ഇത് ഇവിടെ ഇരിക്കുന്ന 19 വീട്ടമ്മമാരും കൂടെ ഏറ്റുവാങ്ങണം നമ്മളെ കൂടെ. ശില്പയ്ക്കായിട്ട് എഴുതി കൊടുത്ത ആ ഒരു ലിപിയിലുള്ള ആ ഒരു കത്താണ് ഇപ്പോൾ കയ്യിലുള്ളത്. അതുപോലെ നമുക്കൊരു ആഗ്രഹമുണ്ട്, നമ്മുടെ മലയാളി വീട്ടമ്മയിലെ എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ആശംസ. നമുക്ക് എല്ലാവർക്കും ശില്പയ്ക്ക് ഇൻസ്പിറേഷൻ ആയതുപോലെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻസ്പിറേഷൻ ആവേണ്ട ഒരു വ്യക്തി തന്നെയാണ് കാഞ്ചനാമ്മ. അപ്പം കാഞ്ചനാമ്മയുടെ കൈപ്പടയിൽ ഈ ലിപിയിൽ ഞങ്ങൾക്കൊരു ആശംസ എഴുതി തരാമോ? തീർച്ചയായും. പ്രിയപ്പെട്ട വീട്ടമ്മമാരെ, ഇത്രയും മഹത്തരമായ കാര്യങ്ങളിൽ പ്രവർത്തനം ഊർജിതമാക്കുന്ന 20 പേർക്കും എൻ്റെ അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകൾ. വീട്ടമ്മമാരാണ് എന്നെപ്പോലെ ഒറ്റപ്പെടുന്നവരെക്കാൾ മഹത്തുക്കൾ. അമ്മയായും ഭാര്യയായും ഒരുപാട് പ്രവർത്തനങ്ങൾക്കിടയിൽ സേവനത്തിൻ്റെ പാത സ്വീകരിക്കുന്ന അതിമഹത്തമായി തീരുന്നു. നന്മ ഭവിക്കട്ടെ. മൊയ്തീൻ്റെ മാത്രമായ കാഞ്ചു എന്ന കാഞ്ചനമാല. ഇതാണ് ആ ലിപി. നമ്മുടെ മലയാളി വീട്ടമ്മയ്ക്ക് എല്ലാ ആശംസകളും അറിയിച്ചുകൊണ്ട് കാഞ്ചനാമ്മ ഇപ്പൊ എഴുതി തന്നതാണ്. ഇതിനേക്കാൾ മഹത്വമായി ഞാൻ കരുതുന്നത് മൊയ്തീൻ ഉണ്ടാക്കിയ കാറിൻ്റെ ഹോണിലുള്ള ഭാഷയാണ്. എൻ്റെ ഒറ്റപ്പെടലിൻ്റെ, നിങ്ങൾക്കറിയാം, ഞാൻ വളരെ വീട് തടങ്ങളിൽ പോയ പുറത്തൊന്നും കടക്കാൻ പറ്റാത്ത ഒരവസരത്തിൽ മൊയ്തീൻ എന്ത് സംഭവിച്ചു എന്ന് അസ്വസ്ഥപ്പെടുമ്പോൾ കേൾക്കാം ആ ഹോൺ. ഇതാ ഞാനിവിടെയുണ്ട്, ഞാനിതാ കോഴിക്കോട്ടേക്ക് പോകുന്നു, ഞാനിതാ അല്ലെങ്കിൽ പോവുകയാണെങ്കിൽ ഞാനിതാ തിരുവനന്തപുരത്തേക്ക് പോകുന്നു, ഞാനിതാ ബാംഗ്ലൂരേക്ക് പോകുന്നു, ഞാനിതാ മദ്രാസിലേക്ക് പോകുന്നു, ഞാനിതാ കൽക്കത്തയിലേക്ക് പോകുന്നു. ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ മറ്റൊന്നും കൂടെ മൂപ്പര് അതിൽ കൂട്ടിച്ചേർത്ത് ദൂരേക്ക് പോകുമ്പോൾ നീ വിഷമിക്കരുത് എന്ന ഒരു പദം കൂടി എൻ്റെ ഹോണിൽ അതും കൂടെ കൂട്ടിച്ചേർക്കുമായിരുന്നു. നിങ്ങളൊക്കെ ഓർക്കുക, ഇവിടെ നന്മയുടെ വിത്താണ് നമ്മൾ പാകേണ്ടത്, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും അല്ല. ഭാരതീയർ ഒന്നാണ്, നമ്മളെല്ലാം ഒന്നാണ്, നാം ഒന്ന് എന്ന മുദ്രാവാക്യം നിങ്ങൾക്കെല്ലാം ഞാൻ തരുകയാണ്. എല്ലാവരും അത് സ്വീകരിക്കണമെന്നും കൂടെ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ കൂടെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. പ്ലീസ്. കാഞ്ചനാമ്മയ്ക്ക് നമ്മുടെ മലയാളി വീട്ടമ്മയുടെ വക ഒരു ചെറിയ സ്നേഹോപഹാരം നമ്മുടെ ജഡ്ജസ് പ്ലീസ് സമ്മാനിക്കണം. അമ്മച്ചി. കാഞ്ചനാമ്മയുടെ മുൻപിൽ നിൽക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഒന്നും അല്ല. നമ്മളിനി എത്ര ശ്രമിച്ചാലും ഇത്ര ആവാനും പോകുന്നില്ല. അതുകൊണ്ട് സത്യം പറഞ്ഞാൽ കാഞ്ചനമ്മ ആരാണെന്ന് ഒരുപാട് വായിച്ചു, ഒരുപാട് കാര്യങ്ങൾ കണ്ടു. പക്ഷേ അമ്മ എന്താണ് എന്നുള്ളത് ശരിക്കും നമ്മളും
നിങ്ങളും എല്ലാം അറിഞ്ഞത് ഇന്നൊരു ദിവസമാണ്. അതിന് വേദി ഒരുക്കിയ ഫ്ലവേഴ്സിന് ഒരുപാട് നന്ദിയുണ്ട്. അമ്മയെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ പറഞ്ഞ പോലെ ചെറിയ ഒരു കാര്യം ചെയ്യുമ്പോൾ പോലും അത് വളരെ രീതിയിൽ പോഴ്ത്തി നടക്കുന്ന നമ്മുടെ മനസ്സുകൾക്കിടയിൽ നല്ല നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അത് അറിയുന്നവർ അറിയട്ടെ എന്ന് ആഗ്രഹിച്ച് വളരെ സിമ്പിളായിട്ട് ജീവിച്ചു പോകുന്ന ഒരു നല്ല മനസ്സിനെ കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. ദൈവം നല്ല ആരോഗ്യവും നീണ്ട ആയുസ്സും തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എനിക്കും ഒറ്റ ഒരു കാര്യം ചെയ്യാനോ പറയാനോ, അത്രയും അല്ലേ ജീവിതത്തില് സ്നേഹം, ലവ്, പ്യാർ, whatever you call it, sacrifice, well, epitome of it. നിങ്ങളുടെ സന്തോഷമൊക്കെ സേവനത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് മാത്രം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടില് കൊച്ചു പിള്ളേര് സൂയിസൈഡ് ചെയ്യുക. What drives them? മാതാപിതാക്കൾ തങ്ങളുടെ വിഷമം കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ ചെലവഴിക്കാതിരിക്കുക സമയം വാത്സല്യം കൊടുത്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. എന്തിനേയും കൊണ്ടുവരുന്നത് ഒരു സ്നേഹമാണ്. നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിനപ്പുറത്തേക്ക് ഒരു ചീത്ത കാര്യങ്ങളില്ല. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. മലയാളി വീട്ടമ്മ. സോഷ്യൽ ആക്ടിവിറ്റീസ് ഒരുപാടുണ്ട്. നമ്മൾ എന്തോയിൽ കയറി പിടിച്ചാലും ഇറ്റ്സ് എൻ അമേസിങ് തിങ് ടു ഹോൾഡ് ഓൺ ടു, അല്ലേ? യുനോ, ഗിവിങ് ബ്ലഡ് എല്ലാവരും കൊടുക്കും, കുറേ പേര് കൊടുക്കത്തില്ല. കുറേ ലൈക്ക് യുനോ അമ്മ വാസ് സേയിങ് ദാറ്റ് ഓൺ ഫാമിലി മെമ്പേഴ്സ് തന്നെ കൊടുക്കത്തില്ല. അങ്ങനെയൊക്കെ നടക്കുന്ന കാര്യങ്ങളുണ്ട്. വാട്ട് യു ഡിഡ് വാസ് സംതിങ് സ്പെഷ്യൽ. യു സ്റ്റാർട്ടഡ് ദ റിപ്പിൾ ഇഫക്റ്റ്. ഒരു കല്ലെടുത്ത് വെള്ളത്തിൻ്റെ അടുത്ത് ഇട്ടാൽ ഇങ്ങനെ വട്ടം വട്ടം വന്ന് ആദ്യം ഒരു കൊച്ചൊരു വട്ടം, പിന്നെ വലിയ വട്ടം അങ്ങനെ യു സ്റ്റാർട്ടഡ്. ഇറ്റ്സ് കോൾഡ് എ ബട്ടർഫ്ലൈ ഇഫക്റ്റ്. ഇറ്റ്സ് കോൾഡ് ദ റിപ്പിൾ ഇഫക്റ്റ്. അതാണ് തുടങ്ങിയത്, വിച്ച് ഇസ് ഫാബുലസ്. ഒരാൾ വെൻറ്റ് ഓൺ ടു 300 ആൾക്കാർ, ആൻഡ് ആ 300 ആൾക്കാർ വിൽ ഗോ ഓൺ. ഇറ്റ്സ് ജസ്റ്റ് the ripple effect. That is what you did, which was brilliant. And of course nammalellarum sandesh, you know, you made us very happy by bringing Amma onto this platform. I mean, namakku just to see the love, the fight, everything within this little delicate woman, it is quite amazing. And nammalellarum romantics are. I think all of us are romantics, and kore padikkanundu ividunna alle. You did a great job. Yeah. ചെറിയ കാര്യം എന്നാണ് എല്ലാവരും വിചാരിക്കുന്നത്. ഒരു ജസ്റ്റ് ഒരു സിറിഞ്ചിൽ ബ്ലഡ് ഒരു മനുഷ്യൻ്റെ എന്താ പറയുന്ന നിൽക്കാൻ പോകുന്ന ഹാർട്ട് ബീറ്റിൽ നിന്നും രക്ഷിക്കാൻ പറ്റിയെന്ന് വരും. കാരണം നിങ്ങൾ ചെയ്ത ആ ഒരു കാര്യം കൊണ്ട് ഒരു ജീവൻ ഒരു ദിവസം നിങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് എ വെരി ബിഗ് തിങ്. ആ ഒരു കാര്യം സ്റ്റാർട്ട് ചെയ്തതിനും അതിനുവേണ്ടി നിങ്ങളുടെ കൂടെ നിന്ന എല്ലാ ആൾക്കാർക്കും, നിങ്ങളുടെ ഹസ്ബൻഡും നിങ്ങൾക്ക് പിന്തുണയായിട്ട് നിൽക്കുന്ന എല്ലാ ആൾക്കാർക്കും ഈ വീട്ടമ്മയുടെ പേരിൽ, ഈ ചാനലിൻ്റെ പേരിൽ ഐ എം ജസ്റ്റ് എന്താ പറയുന്ന താങ്ക്സ് ആണ് പറയേണ്ടത്. നന്ദി രേഖപ്പെടുത്തുന്നു. കാരണം നിങ്ങൾ ഈ 300 പേരിൽ നിന്നും കളക്ട് ചെയ്ത ബ്ലഡിൽ നിന്നും എത്ര ലൈഫ് ജീവിക്കാൻ പോകുന്നു എന്നുള്ളത് ഇനി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. ദൈവം നിങ്ങൾക്ക് നീണ്ട ആരോഗ്യം തരട്ടെ, ഹെൽത്തും തരട്ടെ. അപ്പോൾ ഇനി എന്തായാലും നമ്മുടെ ആ ഒരു പ്രോസസ്സിന് വ്യത്യാസമൊന്നുമില്ല. ശില്പയോടും ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പം എന്താണ് ആ ക്വസ്റ്റ്യൻ പ്ലീസ്? നമ്മൾ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ് ഇപ്പം നമ്മുടെ നാട്ടിൽ കൊച്ചു പിള്ളേർ സൂയിസൈഡ് ചെയ്യുക. യുനോ, നമ്മൾ ഇത് വാട്ട് ആർ ദ റീസൺസ്, എന്തിനാ ഇവരിങ്ങനെ, വാട്ട് ഡ്രൈവ്സ് ദം? ആൻഡ് ഒരു വീട്ടമ്മയായിട്ടോ അമ്മയായിട്ട് വാട്ട് ക്യാൻ യു ഡു ടു സ്റ്റോപ്പ് ഇറ്റ്? ഇപ്പോൾ പല കുട്ടികളും കുട്ടികളുടേതായിട്ടുള്ള വഴിക്ക്, അച്ഛനും അമ്മയും അവരുടെ വഴിക്കായിട്ടുള്ളൊരു ലൈഫ് സ്റ്റൈലാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. അച്ഛനും അമ്മയും രാവിലെ ജോലിക്ക് പോകണു, അവർ രാത്രിയാകുമ്പോൾ വരുന്നു, മക്കൾ രാവിലെ പോയി വൈകുന്നേരം സ്കൂൾ വിട്ട് വരുന്നു, അവർ പിന്നെ കളിക്കുന്നു. പിന്നെ ഏറ്റവും ഉപരി ഇവരെ പഠിപ്പിനെക്കാട്ടിലും കൂടുതൽ മൊബൈലാണ് ഏറ്റവും വലിയൊരു വില്ലനായിട്ട് വരുന്നത്. മൊബൈൽ, ഇൻ്റർനെറ്റ്, അത് സംബന്ധിച്ച കുറേ കാര്യങ്ങൾ.
മാതാപിതാക്കൾ തങ്ങളുടെ വിഷമം കേൾക്കാതിരിക്കുക അല്ലെങ്കിൽ ചെലവഴിക്കാതിരിക്കുക സമയം തങ്ങളുടെ കുട്ടികളുടെ കൂടെ ഒരു അരമണിക്കൂറോ 1 മണിക്കൂറോ സീരിയൽ വിട്ടിട്ട് അല്ലെങ്കിൽ ഈ മൊബൈൽ വിട്ടിട്ട് അല്ലെങ്കിൽ തങ്ങളുടെ മാത്രം കാര്യങ്ങൾ വിട്ടിട്ട് ഷോപ്പിങ്ങും കാര്യങ്ങളും വിട്ടിട്ട് തങ്ങളുടെ മക്കളുടെ കൂടെ ഇരിക്കുക ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 മണിക്കൂർ വാത്സല്യം കൊടുത്ത് കൂടെ നിർത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു കാര്യം. വീട്ടിലിരുന്ന് അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും കുട്ടികളുടെ കൂടെ ഇരുന്ന് അവരുടെ മനസ്സെന്താ, അവരുടെ വിഷമങ്ങൾ എന്താണെന്ന് കേൾക്കുക, നല്ല ഉപദേശങ്ങൾ കൊടുക്കുക, ബോൾഡ് ആവാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, തോൽക്കരുതെന്ന് പറഞ്ഞു കൊടുക്കുക, വേണ്ട ശക്തി പകരുക. എന്നാൽ മാത്രമേ ഇതിനൊക്കെ ഇതൊക്കെ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ. കുട്ടികൾ താങ്ക് യു. സോ ശില്പയുടെ ആ ഒരു ടാസ്ക് വളരെ മനോഹരമായി കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനി എന്താണ് ശില്പിക്ക് കൊടുക്കാൻ പോകുന്ന മാർക്സ്? ശില്പിക്കാണെങ്കിൽ you've done a great social work. You've also കുറേ ആൾക്കാരുടെ കണ്ണൊന്ന് തുറന്നു to her works, her ആഗ്രഹങ്ങൾ എല്ലാം. I mean what she's fighting for, all her social needs and moves. അതിനൊക്കെ ശില്പ കണ്ണ് നമ്മളെല്ലാവരും എൻ്റെ എന്തായാലും കണ്ണ് തുറന്നു തന്നു. ഞാൻ ഇതുവരെ ഞാൻ വിചാരിച്ചു ഒരു ലവ് സ്റ്റോറി മാത്രമാണെന്ന്. പക്ഷേ ദർ സോ മച്ച് മോർ ടു ഇറ്റ്. ഒരു കോയിനിൻ്റെ 2 സൈഡ്സ് ഇന്ന് നമ്മൾ കണ്ടു, വിച്ച് ഇസ് ഗ്രേറ്റ്. ആൻഡ് ബിക്കോസ് ഓഫ് യു അമ്മ ഇവിടെ ഇരിപ്പുണ്ട് എൻ്റെ അടുത്ത്, വിച്ച് ഐ എം റിയലി ഹാപ്പി അബൌട്ട്. ബട്ട് ശില്പ, ഫോർ യു ഗെറ്റ് 97 on 100. ശില്പ, സോ ഇതുപോലെയുള്ള നല്ല പ്രവർത്തനങ്ങൾ ശില്പ ഈ ഒരു ടാസ്കിന് വേണ്ടിയിട്ട് മാത്രമല്ല, ഇതിന് മുൻപും ശില്പയും ഭർത്താവും ഇതുപോലെയുള്ള ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി അതങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. നിങ്ങളുടെ സന്തോഷമൊക്കെ സേവനത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് മാത്രം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, എല്ലാവരെയും പ്രണമിക്കുന്നു. മലയാളി വീട്ടമ്മയിൽ സുവർണ കിരീടം ചൂടുന്ന വീട്ടമ്മയ്ക്ക് കോൺഫിഡന്റ് ഗ്രൂപ്പ് സമ്മാനിക്കുന്നു 1 കോടി വിലമതിക്കുന്ന ഫ്ളാറ്റും ടൊയോട്ട ക്രിസ്റ്റ കാറും. Flowers celebrating motherhood. Malayali Vittamma. നിരപറ മലയാളി വീട്ടമ്മ പ്രസന്റഡ് ബൈ ചുങ്കത് ജ്വല്ലറി ആൻഡ് കോ ബ്രാൻഡഡ് ബൈ സേറ. ഒരുപാട് ഹൃദയസ്പർശി എന്ന് ഞങ്ങൾക്ക് തോന്നിയ ഒരു എപ്പിസോഡാണ് ഇത് അവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോകുന്നത്. പക്ഷെ അതിനു മുൻപ് നമ്മൾ ഒരിക്കൽ കൂടി നമ്മുടെ പ്രിയപ്പെട്ട കാഞ്ചന അമ്മയെ, മൊയ്തീൻ്റെ സ്വന്തം കാഞ്ചനമാലയെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അമ്മേ പ്ലീസ്. ഒരുപാട് വായിച്ചും കഥാപാത്രങ്ങളായി കണ്ടുമൊക്കെ മലയാളികൾക്ക് സുപരിചിതയായ വ്യക്തിയാണ് കാഞ്ചനാമ്മ. പക്ഷെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതിലൂടെ, വായിച്ചറിഞ്ഞിട്ടുള്ളതിലൂടെ ഒക്കെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായ ഒരു കാഞ്ചനാമ്മയുടെ തന്നെ ആ ഒരു ശബ്ദത്തിൽ അല്ലെങ്കിൽ ആ ഒരു രൂപത്തിൽ തന്നെ നമുക്ക് കാണാൻ പറ്റി, എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റി. ആദ്യമായിട്ടാണ് മലയാളത്തിലെ ഒരു എൻ്റർടൈൻമെൻറ്റ് ചാനലിലേക്ക് കാഞ്ചനാമ്മ കടന്നു വരുന്നത്. അത് ഫ്ലവേഴ്സിൻ്റെ ഈ ഒരു ഫ്ലോറിലായാലും നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. സ്നേഹം നമുക്ക് തരുന്നത് ഒരു വല്ലാത്ത ഇൻസ്പിറേഷനാണ്, ഒരു ഊർജ്ജമാണ്. അത് എത്ര ക്രിയേറ്റീവായിട്ട് നമ്മൾ എന്തിലേക്കൊക്കെ അതിനെ സ്പ്രെഡ് ചെയ്യിക്കുന്നു എന്നതനുസരിച്ചിരിക്കും അതിൻ്റെ ആ ഒരു ബ്യൂട്ടി. അപ്പോൾ അത് ശരിക്കും ജീവിതം കൊണ്ട് തെളിയിച്ച ഒരാളാണ് കാഞ്ചനാമ്മ. ഒരുപാട് സന്തോഷം. ഞങ്ങൾ ശരിക്കും ബ്ലെസ്ഡ് ആണ് കാഞ്ചനാമ്മ ഈ ഒരു വേദിയിൽ കിട്ടിയതിൽ. നിങ്ങളുടെ സന്തോഷമൊക്കെ സേവനത്തിന്റെ പാതയിലേക്ക് വരണം എന്ന് മാത്രം തീർച്ചയായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു, എല്ലാവരെയും പ്രണമിക്കുന്നു. ഒരുപാട് വ്യത്യസ്തങ്ങളായ കാഴ്ചകളുമായി വീണ്ടും മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടുന്നത് വരെ ഞങ്ങൾ തൽക്കാലം വിട പറയുകയാണ്. മൊയ്തീൻ്റെ മാത്രമല്ല, നമ്മുടെ എല്ലാവരുടെയും സ്വന്തം കാഞ്ചനമാലയും ഒപ്പം ഞങ്ങളും. ബൈ.